അതിസാധാരണക്കാരൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിലമ്പൂരിൻ്റെ പശ്ചാത്തല സൗകര്യത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവാൻ, നിലമ്പൂരിലെ ഈ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികൾ, അതേപോലെ തന്നെ മരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസി സമൂഹം, അവരെയൊക്കെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ, ഇവിടെ നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്ന കുറേ പ്രവാസികൾ, കാരണം ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ആകെയുള്ള ഒരു ബഡ്ജറ്റ് പരിശോധിച്ചാൽ ഒരു 1.25 ലക്ഷം കോടിയൊക്കെ ആയിരിക്കും ഒരു വർഷം നമുക്ക് റവന്യൂ കണക്കാക്കുന്നത്. പക്ഷേ കണക്കിൽ തന്നെ ഒരു 1 ലക്ഷം കോടി, 1.25 ലക്ഷം കോടി, 1.5 ലക്ഷം കോടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, 90% പ്രവാസി വരുന്നുണ്ട്, അല്ലാതെ വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കേരളത്തിൻ്റെ പ്രധാനമായ ഒരു റവന്യൂ റിസോഴ്സ് എന്ന് പറയുന്നതിനെ വേണ്ടത്ര ഉപയോഗിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മളവിടെ എന്താവശ്യമുണ്ടെങ്കിലും, ഇവിടെ കിഡ്നി എന്ത് അസുഖം ഉണ്ടെങ്കിലും, എന്ത് പിന്നെ ചാരിറ്റി വർക്ക് ഉണ്ടെങ്കിലും അവരെ സഹായം തേടുക എന്നല്ലാതെ അവർ വന്നാൽ അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് കൃത്യമായി ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് എന്ത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരുടെ പ്രയാസം എന്ത്, അവരെങ്ങനെയാണ് നമുക്ക് അത്തരം പ്രയാസങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോഴും സ്ഥിതി എന്താ, പ്രവാസി എന്ന് പറഞ്ഞാൽ പിന്നെ BPL ഒന്നും ഔട്ടായി, റേഷൻ കാർഡും ഇല്ല, റേഷനും ഇല്ല, ഒന്നുമില്ല. ഇതാ സ്ഥിതി. ഇതൊക്കെ എന്തു മാനദണ്ഡമെന്നുള്ളത് അറിയില്ല. വീട്ടിൽ ഏതെങ്കിലും പിന്നെ ഒരു ചക്രം വാഹനം ഉണ്ടായാൽ, മുച്ചക്ര വാഹനമോ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ അവൻ BPL അല്ലാതെയായി, പിന്നെ അവന് റേഷനും ഇല്ല. ഇവൻ അവിടെ പോയി ഈ പറഞ്ഞ ചുരുങ്ങിയ പൈസക്ക് ജോലി ചെയ്യുന്നതാണ്, അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്ന അവൻ്റെ സ്ഥിതി നമുക്കറിയാം.